ഇതില്ല. നിങ്ങൾ ജന്മദിനം ആഘോഷിച്ചുകൊള്ളൂ എന്ന് അള്ളാഹുവിൻ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സൂറത്തോ 2 സൂറത്തോ 3 സൂറത്തോ ഓതുന്ന പോലെ നമുക്ക് 2 പരിപാടി വെച്ചോ 3 പരിപാടി വെച്ചോ 4 പരിപാടി വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജന്മദിനം ആഘോഷിക്കാം. പക്ഷെ ജന്മദിനം ആഘോഷിക്കുക എന്നതില്ല. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വശമുള്ളത്, വിശുദ്ധ ഖുർആൻ മഹാന്മാരായ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബിമാരെയും അള്ളാഹുവിൻ്റെ മഹാന്മാരായ ആളുകളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ 2 തരത്തിലാണ് ഇത് നിർവഹിക്കുന്നത്. ഒന്ന്, മഹാന്മാരായ ആളുകളുടെ ഫോട്ടോ, പ്രതിമ ഇതുപോലെയുള്ള ഉണ്ടാക്കുക, അവരുടെ ജനനദിനം മരണദിനം ഇതൊക്കെ ആചരിക്കുക. ഇതാണ് മഹാന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു രീതി. മറ്റൊന്ന്, ആ മഹാന്മാര് പഠിപ്പിച്ച ജീവിത സന്ദേശങ്ങൾ പകർത്തിക്കൊണ്ട് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. ഇതാണ് 2 രീതിയുള്ളത്. ഇതിൽ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ ഒരു പ്രവാചകന്റെയും ഒരു മഹാന്റെയും ജനന തീയതി ഖുർആനിലില്ല. അയാൾ മരിച്ച തീയതി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തനിക്ക് മുമ്പ് വന്നുപോയ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ജനന തീയതിയോ മരണ തീയതിയോ പറയുന്നില്ല. ആ മാർഗം ഖുർആൻ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഖുർആനിലുള്ളതെല്ലാം ഈ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളാണ്. അത് ജനങ്ങൾ എന്ത് ചെയ്തു, സ്വീകരിച്ചോ ഇല്ലയോ, സ്വീകരിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിച്ചു, സ്വീകരിച്ചവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ബഹുമാനത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തീയതി പോലും എന്നാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ളൊരു വിഷയമുണ്ടത്, പ്രവാചകന്റെ ജനന ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് റബീഉൽ അവ്വൽ 12 എന്നാണ്. മുഹഖിഖുകളായ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാര് പറയുന്നത് റബീഉൽ അവ്വൽ 9 ആണ്. അതിൽ ഉറപ്പുള്ളത് ജനിച്ച ദിനം മാത്രമാണ്. തിങ്കളാഴ്ച ദിനമാണ് പ്രവാചകൻ ജനിച്ചത്. അത് മാത്രമാണ് അതിൽ ഉറപ്പുള്ളത്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ ചേർക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതെന്നാണ് റബീഉൽ അവ്വൽ 12 റസൂല് മരിച്ചത്. മുസ്ലിങ്ങൾ ഏറ്റവും അധികം ദുഃഖം പ്രകടിപ്പിച്ച ദിനം റബീഉൽ അവ്വൽ 12. അന്നേ ദിനം തന്നെയാണ് ഇന്ന് ആഘോഷവും. നേരെ വിപരീതമാണ്. മുസ്ലിങ്ങൾ ഏറ്റവും അധികം ദുഃഖം അനുഭവിച്ചത് റബീഉൽ അവ്വൽ 12 പ്രവാചകൻ മരിച്ച ദിനം. അതിൽ തർക്കമില്ല. റസൂലിന്റെ മരണം നടന്നത് 12 എന്ന് തർക്കവുമില്ല. അന്നാണ് ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ അവലംബിച്ച രീതി, പ്രവാചകൻ പഠിപ്പിക്കുന്ന രീതി, ജനന മരണ തീയതികളിലൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രൂപമല്ല. മറിച്ച് സന്ദേശങ്ങൾ സ്വീകരിക്കുക, അത് ജീവിതത്തിൽ പകർത്ത് ദീൻ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്ന രീതിയാണ് അവലംബിച്ചു വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച ദിനത്തെ സംബന്ധിച്ച് റസൂല് പറഞ്ഞത്, ആ ദിനത്തിൽ ഞാൻ ജനിച്ചു, ആ തിങ്കളാഴ്ച ദിനമാണ് എനിക്ക് പ്രവാചകത്വ നിയോഗമുണ്ടായത്. അതാ ഖുർആൻ അവതരിച്ചത്. തിങ്കളാഴ്ച ദിനത്തിൽ വ്യാഴാഴ്ച ദിനവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ദിനമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ ഈ ദിനത്തിൽ എന്റെ കർമ്മം പ്രദർശിപ്പിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞത്, വ്യാഴാഴ്ച നോമ്പെടുക്കാനും പറഞ്ഞത്. അപ്പൊ തിങ്കളാഴ്ച ദിവസം റസൂല് ജനിച്ചു എന്നതുകൊണ്ട് അന്നേ ദിനം ആഘോഷിക്കാനല്ല പറഞ്ഞത്. ജനിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതും പ്രവാചക നിയോഗമുണ്ടായതൊക്കെ ആ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇന്നും നമ്മുടെ കർമ്മങ്ങൾ ആ ദിനങ്ങളിൽ തന്നെയാണ് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ദിനങ്ങളിൽ വ്രതമനുഷ്ഠിക്കാനാ പറഞ്ഞത്. അത് റബീഉൽ അവ്വൽ മാസമായിട്ട് ബന്ധമില്ല, റബീഉൽ അവ്വൽ 12 ബന്ധമുള്ളതല്ല. ഒരു കൊല്ലത്തിലെ എല്ലാ ദിനങ്ങളിലും എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യേണ്ട വ്രതാനുഷ്ഠാനമാണിത്. മറ്റൊന്ന് ചോദ്യം വായിക്കണില്ല. അബൂ ലഹബ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തബ്ബത്ത് എന്ന അധ്യായത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഉപദ്രവിച്ചിരുന്ന വ്യക്തിയായിരുന്നു അബൂ ലഹബ്.
അബൂലഹബിന്റെ മക്കളായിരുന്നു പ്രവാചകന്റെ 2 പെൺകുട്ടികളെ വിവാഹം ചെയ്തിരുന്നത്. ആ 2 കുട്ടികളെയും തലാഖ് ചൊല്ലി പ്രവാചകന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലായിരുന്നു പ്രവാചകന്റെ വീട്ടിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോയിടുന്ന ജോലി ഏറ്റെടുത്തിരുന്നത്. പ്രവാചകന്റെ വീട്ടിൽ വരുന്ന മുസ്ലിങ്ങളെ തിരിച്ചറിയുകയും ശത്രുക്കൾക്ക് വിവരം കൊടുത്തിരുന്ന ആ സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സദസ്സിൽ ചെന്ന് പ്രസംഗിച്ചാലും പ്രസംഗം അവസാനിച്ചാൽ ഉടനെ എഴുന്നേറ്റെന്നിട്ട് ഇവൻ മതം മാറ്റുന്നവരാണ്, നമ്മുടെ പിതാക്കന്മാരെ തള്ളിപ്പറയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രസംഗം നടത്തിയിരുന്ന അബൂലഹബാണ്. അങ്ങനെ റസൂലിനെ ശപിച്ചുകൊണ്ട് നടന്നിരുന്ന അബൂലഹബിനെ അള്ളാഹ് ശപിച്ചു. ജീവിച്ചിരിക്കുന്ന അബൂലഹബിനെ ശപിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു. വതബ്ബ, അവൻ മുഴുവൻ തന്നെ നശിച്ചവനാണ്, ശപിക്കപ്പെട്ടവനാണ്. ഇനി അവൻ മാത്രമല്ല, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ അവന്റെ സ്വാധീനങ്ങളോ അധികാരങ്ങളൊന്നും അവന് യാതൊരു ഉപകാരം ചെയ്യുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വലിക്കുന്ന നരകത്തിൽ അവൻ കത്തിയേരിയും, അവന്റെ ഭാര്യ അവനോടൊപ്പം തന്നെ നരകത്തിലുണ്ട് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇനി ചോദ്യമുള്ളത്, ഈ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടിമയായിരുന്ന സുവൈബ എന്ന സ്ത്രീയെ മോചിപ്പിച്ചു. ആ കാരണത്താൽ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം ലഭിക്കുന്നു. ഇത് ബുഖാരിയിലുണ്ട് എന്നാണ്. അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ എന്നാണ് ചോദ്യം. ബുഖാരിയിലുണ്ട്. ബുഖാരിയിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം. ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, ഹദീസ് അല്ലാത്തതുമുണ്ട്, തഅലീഖുകളുണ്ട്, അധ്യായങ്ങളുണ്ട്, ഇങ്ങനെ പലതും ഉള്ള ഒരു ഗ്രന്ഥമാണ് ബുഖാരി. ബുഖാരിയിലുള്ള ഹദീസുകൾ സ്വഹീഹ് മാത്രമാണ്. ഇത് ബുഖാരിയിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ സ്ത്രീകളെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. അതിൽ ഒരു സ്ത്രീയാണ് സുവൈബ. ഈ സുവൈബ റസൂലിന് പാലൂട്ടിയ സ്ത്രീയാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ച് റസൂലിന്റെ മുലയൂട്ടിയ സ്ത്രീയാണെന്നുള്ള ഹദീസാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഈ സുവൈബയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു കിസ്സയുണ്ട് എന്നാണ്. എന്താണ് കിസ്സ? ഒരാള് സ്വപ്നം കണ്ടു അബൂലഹബിനെ. സ്വപ്നകഥയാണ്. ഏതോ ഒരു വ്യക്തി സ്വപ്നം കണ്ട അബൂലഹബിനെ. അപ്പൊ ചോദിച്ച് എങ്ങനെയുണ്ട്? നരകത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, തിങ്കളാഴ്ച ദിവസമാണ് ഒരു ആശ്വാസമുള്ളത്, അന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടും, ഞാനന്ന് ആ സുവൈബിനെ മോചിപ്പിച്ചതിന്റെ ഫലമായിട്ട്. ഇത് ഏതോ വ്യക്തി കണ്ട സ്വപ്നമാണ്. ഈ സ്വപ്നകഥ ഈ ഹദീസ് പറയുമ്പോൾ ഇങ്ങനൊരു കഥ അബൂലഹബുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന സ്വപ്നകഥ അവിടെ പറഞ്ഞതാണ്. അത് ഹദീസല്ല, ഇസ്ലാമികമായ പ്രമാണമല്ല, തെളിവല്ല. ഒറ്റ വാക്കിൽ ഇങ്ങനെ ബുഖാരിയിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ സഹീഹായ ഹദീസ് ആയിരിക്കുമെന്നാണ് സാധാരണക്കാരെ മനസ്സിലാക്കുക. അതല്ല ഇതിന്റെ വസ്തുത. മാത്രവുമല്ല, ഇബ്നു ഹജർ അൽ അസ്കലാനി അൽ ഇസാബ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പരാമർശിച്ച ഭാഗത്തുള്ളത് സുവൈബയെ മോചിപ്പിച്ചത് റസൂല് ജനിച്ച സമയത്തല്ല എന്നാണ്. അദ്ദേഹം വ്യക്തമായി തന്നെ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതഖഹ അബൂ ലഹബ് ഫലമ്മ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയതഖഹ അബൂ ലഹബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ അബൂ ലഹബ് സുവൈബയെ മോചിപ്പിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകൻ എന്നുള്ള നാശം മക്കയിൽ നിന്ന് പോയി രക്ഷപ്പെട്ട് കിട്ടിയെന്ന സന്തോഷത്തിലാണ് സുവൈബയെ മോചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതാഭിപ്രായമായിട്ട് ഇബ്നു സഅദിന്റെ ഉദ്ധരണിയായി ഇസാബയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും ആവട്ടെ, ഇതൊരു സ്വപ്നക്കഥയാണ്, ഇത് പ്രമാണമല്ല, ഹദീസ് അല്ല, ഖുർആനിന് എതിരുമാണ്. കാരണം ആ 2 കൈകളും നശിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആ നശിച്ച കൈയിൽ നിന്ന് നരകത്തെ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ഖുർആനിനെതിരായ ഒരു സ്വപ്നക്കഥ തെളിവായിട്ട് പറയാൻ പറ്റുമോ? ഇനി ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഈ അബൂലഹബാണോ ഇസ്ലാമിൽ നമുക്ക് മാതൃക? നമുക്ക് നബിദിനാഘോഷം നടത്താൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളത് നമ്മൾ തെളിവുദ്ധരിക്കേണ്ടത് അബൂലഹബിന്റെയും അബൂജഹലിന്റെയൊക്കെ മാതൃകയാണോ? അതല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ലേ?
അതാണ് ഇസ്ലാമിൽ നമുക്ക് മാതൃകയെ സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ശരിയും തെറ്റും തിരിച്ചറിയാനും നന്മ നന്മയായും തിന്മ തിന്മയായും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കഴിയാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മയെയും നമ്മുടെ കുടുംബാദികളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള പലരുമുണ്ട്. എല്ലാത്തിനും നല്ല രീതിയിൽ അള്ളാഹു പരിഹാരമുണ്ടാക്കട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.